Yes, I think the live has started. Hello, good evening all. Good evening. Welcome to Let's Update Language Academy's live session. We are actually filled with live sessions. അല്ലേ എല്ലാ ദിവസവും നമ്മൾ live sessions ആണ് along with our classes. So we appear in the online class, we appear in the offline class as well as in the live sessions. അപ്പോൾ എല്ലായിടത്തും ഇപ്പം നമ്മുടെ എല്ലാ സ്റ്റാഫ്സും ഉണ്ട് എന്നുള്ളതാണ്. ലൈവ് ക്ലാസ്സസിൽ നമ്മുടെ സ്റ്റാഫ്സ് ഉണ്ട്, റെഗുലർ സെഷൻസിലുണ്ട്, അതുപോലെ തന്നെ ലൈവ് സെഷൻസ് ഫേസ്ബുക്ക് സെഷൻസിലുണ്ട് ആസ് ലൈക്ക് ആസ്. സോ ഇന്നത്തെ സെഷൻ്റെ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് പ്രത്യേകത അറിയാമല്ലോ അല്ലേ? നാളെ എക്സാമിനേഷൻ ആണ്. അപ്പോൾ ഒരു ബഞ്ച് ഓഫ് സ്റ്റുഡൻസ് ആർ റിയലി എക്സൈറ്റഡ് ടു റൈറ്റ് എക്സാം ടുമോറോ. അപ്പം അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അവർ ഫേസ് ചെയ്യുന്ന എന്തെങ്കിലും ഡൗട്ട്സോ ലാസ്റ്റ് മിനിറ്റ് കൺഫ്യൂഷൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനും ഡിസ്കസ് ചെയ്ത് നമുക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് എക്സാം എഴുതാൻ പോകാനായിട്ടാണ് നമ്മൾ ഈ ലാസ്റ്റ് QA സെഷൻ വയ്ക്കുന്നത്. അത് എല്ലാ സ്റ്റുഡൻസിനും ബെനിഫിറ്റ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ലൈവ് ആയിട്ട് തന്നെ ഇത് ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ സ്റ്റുഡൻസുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണ്. ബട്ട് സ്റ്റിൽ ഇത് എല്ലാവർക്കും ഒരു ബെനിഫിഷ്യൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇത് ലൈവ് ആയിട്ട് തന്നെ ചെയ്യുന്നത് തീർച്ചയായിട്ടും. ആൻഡ് ഓൾസോ മാം പറഞ്ഞു വി ആർ ഫിൽഡ് വിത്ത് ലൈവ് സെഷൻസ് എന്നുള്ളത് അല്ലേ? യെസ്. സോ എവറി വീക്ക് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് വിത്തൗട്ട് എനി ഫെയിലിയർ റൈറ്റിങ്ങിനും സ്പീക്കിങ്ങിനും റീഡിങ് ലിസണിങ് എല്ലാ മൊഡ്യൂൾസിനും സ്റ്റുഡൻസിന് OET പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് എല്ലാ വീക്കിലും നമ്മൾ എല്ലാ ദിവസവും ലൈവ് സെഷൻസുമായിട്ട് നിങ്ങളെ കാണാനായിട്ട് വരുന്നതായിരിക്കും. മോസ്റ്റ്ലി ഞങ്ങൾ തന്നെയായിരിക്കും. അതെ, അത് മാത്രമല്ല വിൽ ബി ഇൻട്രൊഡ്യൂസിങ് ആ മെറ്റീരിയൽസ്. ഇത് ഫ്രഷ് മെറ്റീരിയൽസ് ആണ്, കോപ്പി റൈറ്റഡ് ആണ്, വേറെ ആരെങ്കിലും യൂസ് ചെയ്ത പ്രശ്നമാണ്. ഓക്കെ, അപ്പോൾ വൈ വി ആർ റെഡി ടു ഗിവ് യു മെറ്റീരിയൽസ് ബിക്കോസ് വി ഹാവ് കോൺഫിഡൻസ് ദാറ്റ് വി ഡു നോട്ട് ഹാവ് എനി പ്രോബ്ലം വിത്ത് ദ മെറ്റീരിയൽസ്. വി ഹാവ് അബൻഡൻസ് ഓഫ് മെറ്റീരിയൽസ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് മെറ്റീരിയൽസ് നിങ്ങൾക്കായിട്ട് എക്സാം ബേസ്ഡ് മെറ്റീരിയൽസ് എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത് അല്ലേ? മെറ്റീരിയൽസ് ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം. ഇപ്പോൾ കേസ് നോട്ട് ആർക്ക് വേണമെങ്കിലും പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. പക്ഷേ അത് എക്സാമിന് ഇവര് യൂഷ്വലി ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, അതിൽ വരുന്ന കോമൺ കൺഫ്യൂഷൻസ് അല്ലെങ്കിൽ പ്രോബ്ലമാറ്റിക് പോയിന്റ്സ് എല്ലാം യൂസ് ചെയ്തുകൊണ്ട് തന്നെ പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് കുട്ടികൾക്ക് എഫക്റ്റീവ് ആവുന്നത്. അതുപോലെ തന്നെയാണ്. അതെ, സ്പീക്കിങ്ങിന്റെ കാര്യത്തിൽ എനിക്ക് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. സ്റ്റുഡൻസ് കുറച്ച് കൺഫ്യൂസ്ഡ് ആവാറുണ്ട് ഇനിഷ്യലി നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലോട്ട് വരുമ്പോൾ. ദേ ഡോണ്ട് ഈവൻ ലുക്ക് അറ്റ് ദ റോൾ പ്ലേ കാർഡ്. ദേ ഹാവ് എ ലോട്ട് ഓഫ് തിങ്സ് ടു സ്പീക്ക് അബൌട്ട്. ഒത്തിരി കാര്യങ്ങൾ പറയും, പക്ഷേ ഇന്റലക്ച്വലും നേഴ്സുമായിട്ട് ഒരു കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാറില്ല. ഓക്കെ, സോ ദാറ്റ് ഇസ് എ മേജർ തിങ് ദാറ്റ് ഹാപ്പൻസ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണെന്ന് നമ്മൾ ആഴ്ന്നിറങ്ങിക്കഴിഞ്ഞാൽ വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദേ ആർ നോട്ട് പ്രിപ്പയറിംഗ് ദ അപ്രോപ്രിയേറ്റ് മെറ്റീരിയൽ. അപ്പം നമ്മൾ കൊടുത്തു കഴിയുമ്പം ഓൾമോസ്റ്റ് എവ്രി വൺ ഗിവ്സ് എ റിവ്യൂ ദാറ്റ് ഐ ഗോട്ട് ദ ഓൾമോസ്റ്റ് സെയിം മെറ്റീരിയൽ ഫോർ ദ എക്സാമിനേഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ പ്രോപ്പറായിട്ടുള്ള മെറ്റീരിയൽസ് ആക്സസ് ചെയ്യാൻ നേരത്തെ സ്റ്റുഡൻസ് ആർ ഗെറ്റിംഗ് ദ ഡിഫറൻസ്, ഗെറ്റിംഗ് മോർ കോൺഫിഡൻസ്. The same is in the case of reading as well as listening. ലിസണിങ്ങിലായാലും റീഡിങ്ങിലായാലും ഇത് തന്നെയാണ് പ്രശ്നം. നമ്മൾ എല്ലാ മെറ്റീരിയൽസും റിവ്യൂ ചെയ്തതിലൂടെ നമുക്ക് എന്താ മനസ്സിലായെന്ന് വെച്ചാൽ there are certain a bunch of materials we can't use. OET പ്രാക്ടീസ് മെറ്റീരിയൽസ് എന്നാണ് അതിൻ്റെ പേരെങ്കിൽ പോലും ആ ഒരു ബഞ്ച് ഓഫ് മെറ്റീരിയൽസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണ്, മേ ബി ലിസ്ണിംഗ് ആണ്, ക്വസ്റ്റ്യൻസ് ഉണ്ട്, ബുള്ളറ്റ് പോയിന്റ്സ് ഓപ്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ റീഡിംഗ് ആണ്, ഓപ്ഷൻസ് ഉണ്ട്, പാരഗ്രാഫ് ഉണ്ട്, എല്ലാം അതേ ഒരു ഇതാണ്, സ്റ്റൈലാണ്. പക്ഷെ ദ പാറ്റേൺ ഇസ് ടോട്ടലി ഡിഫറെൻറ്റ്. അപ്പം നമ്മൾ അതിലൊരു ആൻസർ എങ്ങനെ ലൊക്കേറ്റ് ചെയ്യണമെന്ന് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം when we come to the exam oriented materials നമുക്ക് ഈ മെത്തേഡ് ഇങ്ങോട്ടോ ആ മെത്തേഡ് ഇങ്ങോട്ടോ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. Exactly. So this is the problem that we strongly recommend that you have to focus on the exam based materials. അതിൻ്റെ ഒരു സ്റ്റൈലിൽ വേണം നമ്മൾ ഫോക്കസ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ചെയ്യുമ്പോഴൊക്കെ അത്രയും മാർക്ക് ഇങ്ങനെ മാർക്ക് അങ്ങനെ മാർക്ക് കിട്ടുന്നുണ്ട്, പക്ഷെ എക്സാമിനേഷന് പോകാൻ നേരത്ത് കുട്ടികൾ പറയുന്ന മെറ്റീരിയൽസ് ടഫായിരുന്നു, അല്ലെങ്കിൽ എന്താ പറയുക എക്സാം എളുപ്പമായിരുന്നു, മാർക്ക് കുറവാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ കൺഫ്യൂഷൻ ഒക്കെ വരുന്നത്? നിങ്ങളുടെ മെറ്റീരിയൽസിന്റെ പ്രശ്നം ആവാം. ആൻഡ് ഐ ഹാവ് ഗോൺ ത്രൂ സം ഓഡിയോയുടെ ക്ലാരിറ്റി കുറവ് ഭയങ്കര, അതൊക്കെ നിങ്ങളുടെ എന്താ പറയുക കോൺഫിഡൻസ് ലെവലിനെ ബാധിക്കുകയും നിങ്ങൾ ആവശ്യമില്ലാത്തൊരു ട്രെയിനിങ് ആണ് അവിടെ എടുക്കുന്നത്. ഇൻ ദ സെൻസ് കഷ്ടപ്പെട്ടൊരു ഓഡിയോ കേൾക്കേണ്ട ആവശ്യമില്ല. യു നോ ഫോർ ദ എക്സാമിനേഷൻ ദ ഓഡിയോ ഇസ് വെരി ക്ലിയർ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം. അത് തന്നെയല്ല, ഇപ്പം ഇനി നമുക്ക് എക്സാം വരുന്നത് പറഞ്ഞാൽ April 20th പിന്നെ May 4th ആണ് വരുന്നത്. April 20th നമുക്ക് അഡ്മിഷൻസ് ഒന്നും ഇല്ല, പക്ഷെ May 4th
എക്സാം എഴുതാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ ഈ വരുന്ന മൺഡേ നിങ്ങൾക്കായിട്ടൊരു എക്സ്പെഷ്യലി ഒരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എക്സാം ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. വളരെ സ്പെഷ്യൽ ഇൻ ദ സെൻസ് നമ്മൾ തന്നെ ത്രൂ ഔട്ട് ആ ഒരു എക്സാം ബാച്ചിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു ഇന്റൻസ് ട്രെയിനിങ് ആയിരിക്കും. Like we two together will be training you in all the 4 modules. Yes, not just in writing, speaking. അതെ, ഇപ്പൊ April 6 സ്റ്റുഡൻസ് ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ്. വിൽ ബി ദെയർ ത്രൂ ഔട്ട് വിത്ത് യു. നിങ്ങൾ ഏത് സമയത്തും ഞങ്ങൾ ഉണ്ടാവുന്നതായിരിക്കും. ലിസണിങ്ങിനായാലും റീഡിങ്ങിലായാലും റൈറ്റിംഗിലായാലും സ്പീക്കിങ്ങിലായാലും along with our master trainers. I think we shouldn't miss their names. Definitely. അതെ, കാരണം അവരും നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ നമ്മുടെ ഓരോ സ്റ്റുഡൻസിനും ഓരോ നെയിംസ് എടുത്ത് പറയാനുണ്ടാവും ഉറപ്പായിട്ടും. സോ along with the master trainers we'll be also there continuously for the exam batch. Our special material അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇത്ര നാൾ മെറ്റീരിയലിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. സോ മെറ്റീരിയൽ നിങ്ങൾ എവിടെ പഠിച്ചാലും മെറ്റീരിയൽ ക്വാളിറ്റി ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ ഈ എക്സാം ബാച്ച് ഈ ഒരു മെറ്റീരിയൽ ക്വാളിറ്റി എല്ലാം നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. ആൻഡ് ഓൾസോ some students might have concern regarding whether I can take the exam on May 4th, be it on any date. നമുക്ക് ഏത് ഡേറ്റ് ആണെങ്കിലും some students might have a confusion like whether I am fit enough to write this exam. എനിക്ക് ഈ ഒരു സമയത്ത് എക്സാം എഴുതാൻ ഞാൻ ഫിറ്റ് ആണോ, എനിക്ക് അതിനുള്ളൊരു കോമ്പിറ്റൻസി ആയോ, ഇമ്പ്രൂവ്മെൻ്റ് ആയോ എന്നുള്ള കൺഫ്യൂഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പഠിക്കാം, ദാറ്റ് ഈസ് യുവർ ചോയ്സ്. പക്ഷേ യു ക്യാൻ ടേക്ക് ഫ്രീ അസസ്മെൻറ്റ്. ഒരു ഫ്രീ അസസ്മെൻറ്റ് നിങ്ങൾക്ക് എടുക്കാം ഇൻ ഓൾ ദ 4 modules: റൈറ്റിംഗ്, സ്പീക്കിംഗ്, റീഡിംഗ്, ലിസണിങ്. അസസ്മെൻറ്റ് റൈറ്റിങ്ങിൻ്റെ ഞാൻ തന്നെയായിരിക്കും അസസ് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു പ്രോഗ്രസ് നോട്ട് ചെയ്യുന്നത്. നിങ്ങളുടെ പ്രോബ്ലംസ് എന്തായിരിക്കും, എന്തൊക്കെയാണ് നിങ്ങളുടെ പോസിറ്റീവ്സ് എല്ലാം നമ്മൾ ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ പറയാം ഓക്കെ യു ക്യാൻ ടേക്ക് ദി എക്സാം ഇൻ 1 month or 2 months or it will take bit more എന്നൊക്കെ നമുക്ക് അസസ് ചെയ്തിട്ട് പോകാനായിരിക്കും എപ്പോഴും നല്ലത്. പല കുട്ടികളും കാണുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ വെറുതെ കുറേ ഡേറ്റ് എഴുതും. ഞാൻ 2 ഡേറ്റ് കടുപ്പിച്ച് എഴുതി വയ്ക്കും. അതൊക്കെ ഓരോരുത്തരുടെ സർക്കംസ്റ്റൻസ് ആണ്. പക്ഷെ പലപ്പോഴും എനിക്ക് തോന്നുന്നൊരു കാര്യം, പ്രിപ്പറേഷൻ അല്ല ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ഡേറ്റുകൾ കുറേ എടുത്ത് വയ്ക്കാനുള്ള ഒരു ടെൻഡൻസി പല കുട്ടികൾക്കും ഉണ്ട്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾ എന്തിനാണ് കുറേ ഡേറ്റുകൾ എടുക്കുന്നത്? നമ്മൾ പ്രോപ്പറായിട്ട് ട്രെയിനിങ് ചെയ്യുകയാണെങ്കിൽ, കൃത്യമായിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ, പ്രോപ്പർ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ട്രെയിനിങ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് 1 അല്ലെങ്കിൽ 2 തവണ ഒക്കെ ഉള്ളിൽ തന്നെ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും. ഒരിക്കലും 100% വിജയം ഞങ്ങൾ ഒരിക്കലും ക്ലെയിം ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് അബ്സല്യൂട്ട്ലി എ ഫേക്ക് പ്രോമിസ്. അതെന്ത് മാർക്കറ്റിംഗ് ഗിമിക്സ് ആണെങ്കിലും അതൊരു ഫേക്ക് പ്രോമിസ് തന്നെയാണ്. നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ്, നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന നിങ്ങൾ എല്ലാവരും കൂടെ എക്സാം എഴുതുന്നതാണ്. വാട്ട് ഹാപ്പൻസ്, ബട്ട് ജസ്റ്റ് some unfortunate situations can happen, but then we can promise you effort, I mean dedicated training from our side which you will be satisfied. എന്നൊന്നും പറയുന്നില്ല, but we definitely will provide you the best training. നമ്മൾ തരും. നമ്മുടെ ഫുൾ എഫേർട്ട് നമ്മൾ തരുന്നതായിരിക്കും along with your cooperation and effort. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാൻഡിഡേറ്റ് കോപ്പറേറ്റീവ് അല്ല, അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സ് പഠിക്കാൻ തയ്യാറല്ല, അല്ലെങ്കിൽ ഹാർഡ് വർക്ക് അല്ലെങ്കിൽ സ്മാർട്ട് വർക്ക് ചെയ്യാൻ തയ്യാറല്ല എങ്കിൽ it will be a difficult process. Yes, so yes, definitely of course. We will do our level best. നമ്മൾ ലെവൽ ബെസ്റ്റ് തരുന്നതായിരിക്കും എന്തായാലും തീർച്ചയായും. Okay, we have got messages. പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ മെസ്സേജസ് ഇങ്ങനെ കുറേ വരുന്നുണ്ട്. ഗുഡ് ഈവനിങ് സാന്ദ്ര, ചിത്തു, ജയപ്രഭ, ഗുഡ് ഈവനിങ്. ഷിനി, ഗുഡ് ഈവനിങ്. Yamini, right? Priyanka and is Yamini, I understand, is our student. Good evening, Rufus Ebi. And she has got a comment: understanding their slang or accent in listening module. If it's Australian accent, it is easy to understand. However, it is quite difficult to understand the British accent. So, see, it's in my personal experience, I have it in a different way. I'll be comfortable with the British accent, but I might find it a bit subjective. Yes, that's subjective. But again, another thing is that, as far as I understand from the examination audio, everything will be clear ആയിരിക്കും. Audio ഒക്കെ clear ആയിരിക്കും. So, like sometimes we fail to focus on the idea. ഞാൻ സ്റ്റുഡൻസിനോട് പറയുന്ന കാര്യമാണ്. There are certain particular questions, general questions അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം നമ്മളുടെ ഫോക്കസ് എവിടെയാണ് വരേണ്ടത്? നമ്മൾ എല്ലാം കേൾക്കേണ്ട ആവശ്യമുണ്ടോ, അതോ നമ്മൾ ക്വസ്റ്റ്യൻ്റെ കാര്യമാണോ കേൾക്കേണ്ടത്? അല്ലേ, എല്ലാം നമുക്ക് കേട്ടു പോവാം. എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഇതൊക്കെ ലിസണിങ്ങിൽ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. സോ ആക്സെന്റ് ഡെഫിനറ്റ്ലി പ്ലേസ് എ റോൾ, but accent definitely plays a role, but apart from that there are certain things that we have to focus in listening. If ഈ ആക്സെന്റ് പ്രശ്നമായിട്ട് വരുന്ന എനിക്ക് തോന്നണേ ഒരു ലിസണിങ്ങിൽ ഒരു ലെവൽ ഹയർ ആയിട്ടുള്ള സ്റ്റുഡൻസിനാണ്. സംഹൗ ദേ കംഫർട്ടബിൾ വിത്ത് ദ ലാംഗ്വേജ് ആയിട്ട് അവർ കംഫർട്ടബിൾ ആണ്. ദേ നോ വെയർ ടു ലിസൺ ആൻഡ് വെയർ ടു ഹിയർ. കേൾക്കേണ്ട എവിടെയാണ്, ശ്രദ്ധിക്കേണ്ട എവിടെയാണെന്നൊക്കെ കൃത്യമായിട്ട് അറിയാവുന്ന സ്റ്റുഡൻസിന് നോയിങ്ലി ഓർ അൺനോയിങ്ലി ദേ ആർ ഗുഡ് ഇൻ ദ ലാംഗ്വേജിൽ അത്യാവശ്യം
മികച്ചു നിൽക്കുന്ന കുട്ടികളാണ്. അവർക്കാണ് ആക്സെന്റിൽ വരാൻ നേരത്തെ പ്രശ്നം തോന്നുന്നത്. ഐ മീൻ ബിക്കോസ് ദാറ്റ് ബിക്കംസ് ദാറ്റ് പ്രോബ്ലം. ബട്ട് അതിനേക്കാളും ഒക്കെ മുന്നേ ഇനിഷ്യലി നമ്മൾ സോൾവ് ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ദാറ്റ്സ് വാട്ട് ഐ ഫീൽ ആസ് എ പേഴ്സണലി വെൻ ഇറ്റ് കംസ് ടു ലിസ്ണിംഗ്. Anyway, thank you so much, Sia, for the comment. Yep. And Reshma D'Souza, very dedicated academy. Thank you so much, Reshma, for your wonderful comment. Okay, Jinsi, good evening. Good evening, ma'am. Good evening, sir. Okay, Preeti, good evening. And Soumya, good evening. Okay. Good evening all, indeed. And അപ്പം ലിസണിങ്ങിൻ്റെ ഒരു കാര്യം സി എ പറഞ്ഞപ്പം ഐ വോണ്ട് ടു ആസ്ക് യു എ ഡൗട്ട് ലൈക്ക് സം സ്റ്റുഡൻസ് യൂസ് ടു സേ ദാറ്റ് ദ ഓഡിയോ വാസ് വെരി ഫാസ്റ്റ് അല്ലെങ്കിൽ അത് ക്ലിയർ അല്ലായിരുന്നു, അങ്ങനെയൊക്കെ ഉള്ള കമന്റ്സ് വാട്ട് ഡു യു തിങ്ക് ഓഫ് ഇറ്റ്? ഓക്കെ, ഫൈൻ. ഡെഫിനറ്റ്ലി നമുക്ക് കുറച്ച് പേർക്ക് അങ്ങനെയൊക്കെ തോന്നിയേക്കാം. ഒന്നാമത്തെ കാര്യം, ദിസ് ഇസ് എ ലിസണിങ് ടെസ്റ്റ്. ഇത് ആരെങ്കിലും ഒക്കെ എന്തായാലും പാസ് ആവണം. ഓക്കെ, അറ്റ്ലീസ്റ്റ് സം ഓഫ് യു ഷുഡ് പാസ് ഇൻ ദിസ് എക്സാമിനേഷൻ. ആൻഡ് when a result is announced, there is a proportion or a percentage of students clear all the modules, alle? So then another thing is, appo idu oru competency level test cheyyuna oru test aanu. Appo തീർച്ചയായിട്ടും നിങ്ങൾക്ക് പാസ് ആവാനുള്ള ഒരു സംഭവം അവർ വെച്ചിട്ടുണ്ട്. But then the quality will be different. Okay, another thing, it can't go so fast that you cannot focus on anything. അങ്ങനെ പോകാൻ പറ്റില്ല. That's not the method of the examination. Only after dealing with one question they can go to the another question. For example, in your A part-ൽ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ഉത്തരം എഴുതി കഴിയാനുള്ള ഒരു സമയം ഉണ്ടാകും നിങ്ങൾക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാൻ. That doesn't, you will have enough time for, I mean, we have non-Malayali students, അതുകൊണ്ടാണ് I keep on translating things. Okay, we'll have time to write an answer, especially in the A part of listening. Then only they'll be talking about the next question. That doesn't mean that you can write very slowly and comfortably. No, വളരെ പതുക്കെ comfortable ആയിട്ട് എഴുതാന്നല്ല ഞാൻ പറയുന്നത്. There are students write something and they again listen to something else, so they rub it and again write it. അപ്പോൾ വീണ്ടും സമയം പോവാണ്. You have already lost the second question. I am talking about one attempt. ഒന്ന് എഴുതി അടുത്തതിലോട്ട് വരാനുള്ള സമയം ഉറപ്പായിട്ടും in between ഉണ്ടാകും. Otherwise, it is not manly. ഒരു മനുഷ്യന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല അത്. അങ്ങനെയാണെങ്കിൽ they're not going to put it as a listening test ആയിട്ടില്ല. സോ ഒരു ആൻസർ എഴുതി അടുത്തതിലോട്ട് വരാനുള്ളത് if it is an examination, OET examination, ഓഡിയോയിൽ ഉറപ്പായിട്ടും ഉണ്ടാവും. What happens is you are actually panic. നിങ്ങൾ ലിസണിങ്ങിൽ അത്യാവശ്യം പാനിക് ആയിട്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഒരെണ്ണം എഴുതി റബ് ചെയ്തു, അല്ലെങ്കിൽ അവിടെ കുറച്ച് കൂടുതൽ നേരം ഫോക്കസ് ചെയ്ത് സ്റ്റക്കായി. That is when you're missing the next underlined, next to fill in the blanks. So this is where you have to be very careful about. That's the reason we are telling. Namukku oru target undalle. The students who have studied here might know you have a target to reach. Etra score etra ennokke oru target namukkunde. Appo don't worry about the missed answers, but because you have many more questions and answers coming up. Okay. All right, we have again a comment from Zia. Some listening module conversation are fast pacing, but that doesn't mean you will get the answer because they know the capabilities of person. Yes, actually that's true. ഇനി ഫാസ്റ്റ് ആണെങ്കിലോ ആൻസേഴ്സ് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പാകത്തിനായിരിക്കും. They have to meet the time. At the same time, they have to, they have made this trial and error method many times. അല്ലേ, ഇതൊക്കെ ട്രയൽ ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത സ്പീഡിലൊന്നും ഒരിക്കലും ഒരു എക്സാമിനേഷനും ഒരു ഓഡിയോയും വരാൻ പോകുന്നില്ല. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ദ ലിസണിങ്. അങ്ങനെ ഒരു പോസിബിലിറ്റി. പക്ഷെ നമുക്ക് ആ ഒരു ടെൻഷനിൽ വി മൈറ്റ് ഫീൽ ദിസ്, നമുക്കിതൊക്കെ തോന്നാം. ഓക്കെ, ഞാൻ പലപ്പോഴും ഒഫീഷ്യൽ ഒഫീഷ്യൽ സാമ്പിൾസ് ആയിട്ട് മെറ്റീരിയൽ ഇട്ടിട്ട് ലൈക്ക് ഐ യൂസ് ടു ആസ്ക് സ്റ്റുഡൻസ് ഹൗ വാസ് ഇറ്റ്, ദേ ഫൈൻഡ് കംഫർട്ടബിൾ. ഓക്കെ ആണ്. അപ്പൊ ഞാൻ പറയും ഓക്കെ ഇതൊക്കെ എക്സാമിന് ഇങ്ങനെയൊക്കെ തന്നെയാണ് വരുന്നത്. ബട്ട് വൺസ് യു കം ആഫ്റ്റർ എക്സാമിനേഷൻ യു സേ അറ്റ് സർ യു ഭയങ്കര പാടാണ്. That's all about the day. You're a little over excited and also a bit tensed. അതിൻ്റെയൊക്കെ കൂടെ ഉണ്ട്. ഓക്കെ, അപ്പം കംഫർട്ടബിൾ ആയിട്ട് കേൾക്കാൻ ലിസണിങ്ങിനെ പറ്റി നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത്, ഇഫ് ഇറ്റ് ഇസ് എക്സാമിനേഷൻ, അതൊരു എക്സാമിനേഷൻ ആണ്. യു ആർ ഇൻ എൻ OET exam hall. So they will be only providing you something that is audible to you. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു സാധനമേ അവർ തരത്തുള്ളൂ. ഓക്കെ, ആൻഡ് കംഫർട്ടബിളി ഓഡിബിൾ ടു യു. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് കേൾക്കാൻ പറ്റുന്നതേ നിങ്ങൾക്ക് തരത്തുള്ളൂ. ബട്ട് ദ ലാംഗ്വേജ് ഞാൻ പറഞ്ഞല്ലോ, അതെല്ലാം നമ്മൾ ടെക്നിക്സ് വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പ്രിപ്പറേഷൻ ചെയ്ത് ശീലിച്ചിട്ട് വന്നാൽ മാത്രമേ യു വിൽ കം ടു ദാറ്റ് ആൻസർ. ഓക്കെ, അപ്പം അതാണ്
That's so important. Okay, so coming to reading. Comprehension possible ആണോ ഈ ചെറിയ same question can be asked to reading as well. Okay, so all right, we have got a comment from Sia. Sia is actually 1 year before നമ്മുടെ student ആയിരുന്നു, but I'm so happy whenever I see you in this live session because he still follows. അതെനിക്ക് തോന്നുന്നു OET-യോട് അഗാധമായിട്ട് സ്നേഹം സിയയ്ക്കുള്ളത് കൊണ്ടാണോ എന്ന് അറിയത്തില്ല. He still follows all the modules and also give comments. Let's Update is one of the best coaching center. I always suggest my friends and other. Let's Update, keep going ahead, guys. Thank you so much, Sia. Thank you. Yes, to you as always. Okay, 2 year ആയി എന്നാണ് സിയ പറഞ്ഞത്. Okay, fine. All right, so റീഡിങ്ങിന്റെ കാര്യത്തിൽ എങ്ങനെയാണ് ടൈം മാനേജ്മെന്റ്? സ്പെഷ്യലി റീഡിംഗ് വി ഹാവ് ദ ഇനിഷ്യൽ 15 ക്രൂഷ്യൽ 15 minutes, isn't it? 15 minutes, 20 questions. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫേസ് ആണ് പാർട്ട് എ എന്ന് പറയുന്നത്. ബിക്കോസ് ദർ ഇസ് പക്ക കമ്പാർട്ട്മെന്റലൈസേഷൻ ഇൻ ഓൾ ദീസ് 3 parts. Part A is meant for the beginner students or beginner reading skills ഉള്ളവർക്കെന്ന് പറയാം. സ്റ്റുഡൻസ് എന്നല്ല ഉദ്ദേശിക്കുന്നത്, ഒരു ബേസിക് ഒരു ബിഗിനർ ബേസിക് സ്റ്റുഡൻസ്, ബേസിക് ലാംഗ്വേജ് സ്കിൽ ഉള്ള സ്റ്റുഡൻസ്. And the part B is meant for the intermediate category of students, and part C is definitely for the experts. So എനിക്കൊന്ന് ഓരോ ലെവല് ടെസ്റ്റ് ചെയ്യാണ് നിങ്ങൾ ഇന്റർമീഡിയറ്റിൽ അല്ല ബിഗിനർ ബേസിക് ലെവലിൽ എന്തോരം സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട്, അതുപോലെ തന്നെ അഡ്വാൻസ് ലെവലിലും ഇന്റർമീഡിയറ്റ് ലെവലിലും ഹൗ മച്ച് യു കെൻ സ്കോർ. സോ പാർട്ട് എയിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉള്ള ഒബ്വിയസ്ലി പാർട്ട് എ തന്നെയാണ്. 20 ക്വസ്റ്റ്യൻസ്, ഓൾമോസ്റ്റ് പകുതിയോളം ക്വസ്റ്റ്യൻസ് വരുന്നത് പാർട്ട് എയിൽ നിന്ന് തന്നെയാണ്. ആൻഡ് അവിടെ എനിക്ക് പറയാനുള്ള കാര്യം, ഡു നോട്ട് ബി ഗ്രീഡി ഇനഫ് ടു സ്കോർ 20 or 20. 20 on 20 കിട്ടിയേ മതിയാവൂ എന്നുള്ളൊരു, ഇറ്റ്സ് ഓൾവേസ് ഗുഡ്, വെൽ ആൻഡ് ഗുഡ് 20 on 20. പക്ഷേ ഇഫ് യു ആർ പ്രാക്ടീസിങ് എക്സാം ബേസ്ഡ് മെറ്റീരിയൽസ് ആണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഔട്ട് ഓഫ് ദിസ് 20 questions there will be 2 or 3 questions which is quite time consuming. നമ്മൾ ടൈം കൺസ്യൂം ചെയ്യാൻ സാധിക്കുന്ന അല്ലെങ്കിൽ കൺഫ്യൂസിങ് ആയിട്ട് വരുന്ന ഒരു 2-3 questions ഉണ്ടാവും, which we consider as difficult questions in fact. So that is one thing that you have to keep in mind. നാളെ എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾ ഇത് മനസ്സിൽ വിചാരിച്ചോളാം. Don't expect all the questions to be easy and don't expect all the questions to be too tough. There will be questions which can be identified within 10 seconds. You can find this, you can spot the answers within 10 seconds, and some questions might take more than 1 minute or 2 minutes or more than that. So അത് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ടാവണം. ഒരു ക്വസ്റ്റ്യനിൽ സ്റ്റക്കായി പോയി കഴിഞ്ഞാൽ if you think that you are taking time, ടൈമറിൽ എപ്പോഴും നോക്കുക, ഓരോ ക്വസ്റ്റ്യൻ പോകുമ്പോഴും ഒന്ന് ടൈമറിലൊക്കെ ഒന്ന് കണ്ണുണ്ടാവണം. So if you think you are taking too much time for this one single question, leave it, അത് വിട്ടേക്കുക. Because expect that there will be 2 to 3 questions which is very difficult. അപ്പോൾ അത് നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷേ ഈ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസിൽ നമ്മൾ സമയം ഒരുപാട് കളഞ്ഞു കഴിഞ്ഞാൽ അതിലും ഈസിയസ്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന പല ക്വസ്റ്റ്യൻസിനും ഒരുപക്ഷെ നമുക്ക് വായിക്കാൻ പോലും പറ്റുന്നു വരില്ല. സോ ദാറ്റ് വിൽ പുട്ട് യു ഇൻ ട്രബിൾ. സോ നമ്മൾ വളരെ ടാക്ടിക്കലായിട്ട് തന്നെ മൂവ് ചെയ്യണം. യു ഹാവ് ടു എയിം ഫോർ 17 or 18. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ദാറ്റ് മീൻസ് there will be 3 questions which is very difficult, which are difficult. അത് നമ്മൾ എന്തായാലും ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് സ്പോട്ട് ചെയ്യാനുള്ള ഒരു ഡിഫിക്കൽട്ടി നമുക്ക് എന്തായാലും വരുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി ലീവ് ചെയ്യുക ആൻഡ് കീപ്പ് ഇറ്റ് ടുവേർഡ്സ് എൻഡ്. അപ്പോൾ എന്തായാലും ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും കൂടെ നമ്മൾ വായിച്ചു വരുമ്പോൾ ഒരു പക്ഷേ അതിൻ്റെ ആൻസറിലേക്ക് എത്താമായിരിക്കും. സോ കീപ് ദാറ്റ് ക്വസ്റ്റ്യൻസ് ഇൻ യുവർ ഹെഡ്. അത് എടുത്ത് കളയല്ല ചെയ്യേണ്ടത്, അത് മൈൻഡിൽ ഉണ്ടാവണം. ആൻഡ് ഡെഫിനറ്റ്ലി യുൽ ഗെറ്റ് ഇറ്റ്. അപ്പോൾ അങ്ങനെ പോവുകയാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് 20 on 20 കിട്ടും. അപ്പോൾ ഒരു 2 to 3 ക്വസ്റ്റ്യൻസ് നമ്മൾ ഉണ്ടാവും. അത് നമ്മൾ പ്രതീക്ഷിച്ച് തന്നെ പോവുക. ആൻഡ് ആ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അത് ലീവ് ചെയ്യുക ആൻഡ് ലീവ് ദാറ്റ് ഐഡിയ ഇൻ യുവർ ഹെഡ് ആൻഡ് ഫൈൻഡ് ഔട്ട് ആൻസേഴ്സ് ഫോർ ദ റെസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ്. സോ ആസ് യു മൂവ് ഫോർവേഡ് നമുക്കൊരു പക്ഷേ ഇതിൻ്റെ ആൻസേഴ്സും. So that is the point. ആദ്യം 20 നമ്മൾ ഓവർ ഗ്രീഡി ആവരുതെന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? That doesn't mean that you shouldn't score 20 out of 20. Understand the tricky part that there is some questions that are going to take your time. അതിപ്പോൾ 3ാമത്തെയോ 4ാമത്തെയോ ആണെങ്കിൽ നിങ്ങൾ അവിടെ സ്റ്റക്ക് ആയിട്ട് നിൽക്കുമ്പോൾ യു ആർ ഗോയിങ് ടു ലൂസ് മാർക്സ് ഫോർ ദി ഈസി ക്വസ്റ്റ്യൻസ് അല്ലേ? ഈസി ആയിട്ടുള്ള ചില ചോദ്യങ്ങളൊക്കെ നിങ്ങൾ അവിടെ വെറുതെ സമയം കിട്ടാതെ നമ്മൾ കളയുവാണ്. അപ്പൊ അതും കൂടി അതിനകത്തുണ്ട്. സോ
ഡോണ്ട് ബി ഗ്രീഡി ഇനഫ്, അയ്യോ എനിക്കിത് കിട്ടിയില്ലല്ലോ എന്നോർത്ത് നമ്മൾ അവിടെ തന്നെ സ്റ്റക്കായി പോരുത് എന്നുള്ളതാണ്. സോ ഇതൊക്കെ നമുക്ക് ജനറൽ ആയിട്ട് ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണെങ്കിൽ നമുക്കൊരു 100 ട്രിക്സും ടിപ്സും ഒക്കെ പറയാൻ പറ്റും അല്ലേ. ബിക്കോസ് നീതു രാജൻ ഹാസ് ആസ്ക്ഡ് മീ അബൌട്ട് ദ ടിപ്സ് ആൻഡ് ട്രിക്സ് ഫോർ റീഡിംഗ് മൊഡ്യൂൾ സർ. അപ്പൊ എനിക്ക് തോന്നണേ ഇപ്പൊ വെൻ ഇറ്റ് കംസ് ടു റീഡിംഗ് ഓർ ലിസണിംഗ്, നാളത്തേക്കുള്ള കുട്ടികൾക്കുള്ള ടിപ്സ് ആണ് ഞാൻ പറഞ്ഞത്. അത് ഇതിപ്പോൾ ഏത് നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും യു ക്യാൻ കീപ് ദിസ് ഇൻ മൈൻഡ്. അപ്പോൾ നമ്മുടെ ആ ഒരു സം സ്റ്റുഡൻസ് വിൽ ബി എന്താ പറയുക, വളരെ അധികം അത് കിട്ടിയേ പറ്റൂ, അത് കിട്ടിയിട്ട് അടുത്തതിലേക്ക് പോകൂ, അങ്ങനെയുള്ള വാശികളൊന്നും നമുക്ക് പാടില്ല. അവർ എയിം ഈസ് ടു ഗെറ്റ് എ മിനിമം ഓഫ് 350. ഇറ്റ്സ് ഓൾവേസ് വെൽ ആൻഡ് ഗുഡ് ആൻഡ് അപ്രീഷിയേറ്റബിൾ ഇഫ് യു ഗെറ്റ് 400, 450 ഒക്കെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. പക്ഷെ 350, 450 തമ്മിൽ സാലറിയിലൊന്നും വ്യത്യാസം ഉണ്ടാവില്ല. സോ ഡെഫിനറ്റ്ലി നമ്മൾ എല്ലാ ക്വസ്റ്റിനും കറക്റ്റ് ആക്കാൻ എന്നുള്ളതിൽ വിട്ടേക്കുക. നമുക്ക് 30 ക്വസ്റ്റ്യൻസ് എന്തായാലും നമ്മൾ ഫോർ ഷുവർ 30+, 32, 33 ക്വസ്റ്റ്യൻസ് എന്തായാലും നമ്മൾ കറക്റ്റ് ആക്കിയിരിക്കും. അത് കറക്റ്റ് ആക്കാൻ പറ്റും. അത് നമുക്ക് ഈ പറയുന്നത് പോലെ ടാക്ടിക്കലായിട്ട് പോകണം. അതിന് ടൈം മാനേജ്മെന്റ് കൃത്യമായിട്ട് ഉണ്ടാവണം. എസ്പെഷ്യലി പാർട്ട് എ ഈസ് very fast and furious at the end of the day. Like 𝐊𝐵 has actually told, reading I saw your self-prepared materials on the Facebook. It will be great if you can start daily or twice in a week answer discussion in live. So 𝐊𝐵 you can scroll down all നമ്മൾ ആ മെറ്റീരിയലിന്റെ ഡിസ്കഷൻ ഓൾറെഡി സർ തന്നെ ലൈവ് സെഷൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് ഓൾ I think this is the second material which I have put. അതെ, അതിന്റെ സൂൺ വരുന്നുണ്ട്. Discussion sessions will be coming very soon. Okay, that's actually good thing. 1 week തരുന്നത്. And let's see, it's a good suggestion for anyways. Exactly. So നമുക്ക് എല്ലാ മൊഡ്യൂൾസും റീഡിംഗ് മാത്രമല്ലല്ലോ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, നമുക്ക് ലിസണിംഗ് ഫോക്കസ് ചെയ്യണം, writing, സ്പീക്കിംഗ്, so എല്ലാ maybe I understand that you are so much interested to that material അല്ലെങ്കിൽ മൊഡ്യൂളിനോട് ആ ഒരു ആഗ്രഹം. അതാണ് നമുക്ക് ആക്ച്വലി നിങ്ങളോട് റെസ്പോണ്ട് ചെയ്യാൻ നേരത്തും നമുക്ക് മെസ്സേജസ് ആയിട്ട് വരാൻ നേരത്തും we understand that there are so many students looking forward for it. അപ്പം അത് തന്നെ നമ്മൾക്കൊരു എൻകറേജ്മെന്റ് ആണ് ടു ഡു മോർ സെഷൻസ്. ഓക്കെ, സോ ഹായ് സർ ആൻഡ് മാം, ഇസ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇസ് അക്സെപ്റ്റബിൾ ഇൻ ലിസ്ണിംഗ് ഓർ നോട്ട്? ആക്ച്വലി സ്പെല്ലിംഗ് മിസ്റ്റേക്സിന്റെ കാര്യം പറയുമ്പോൾ ആസ് യു നോ ദിസ് ഇസ് എ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് അല്ലേ. ഇതൊരു ലാംഗ്വേജ് ടെസ്റ്റ് ആണ്. ഡെഫിനറ്റ്ലി സ്പെല്ലിംഗ് മിസ്റ്റേക്സ് വിൽ ബി പീനലൈസ്ഡ്. പിന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഓക്കെ എന്ന് പറയുന്ന സിറ്റുവേഷൻ എന്താണ്? when you listen an answer which is a medical term, not familiar medical term, ചില മെഡിസിൻസിന്റെ പേര്, ഫെമിലിയർ അല്ലാത്ത മെഡിസിൻസിന്റെ പേര്, കണ്ടീഷന്റെ പേര്, ഇതൊക്കെ എഴുതാൻ നേരത്തെ we are humans, we do not know every spelling is such അല്ലെ. അങ്ങനെയുള്ള വേർഡ്സ് വരാൻ നേരത്ത് when you actually make some slight mistakes, that is okay എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. That doesn't mean that നിങ്ങളൊരു ഇംഗ്ലീഷ് വേർഡിന്റെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് വേർഡിന്റെ സ്പെല്ലിംഗ് തെറ്റിച്ച് കഴിഞ്ഞാൽ you will lose mark. ഓക്കെ, നിങ്ങൾക്ക് ഉറപ്പായിട്ട് മാർക്ക് പോകും. ഇതൊരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് ആണ്. നമ്മൾ എപ്പോഴും സ്റ്റുഡൻസിനോട് പറയാറുള്ളതാണ് unfamiliar medical terms or unfamiliar words in general. No, ഇംഗ്ലീഷ് ലാംഗ്വേജിനുമായിട്ട് ഇത് യാതൊരുവിധ ബന്ധവുമില്ല. ഐ മീൻ ഇൻ ദ സെൻസ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ എന്ത് ആൻസർ വന്നാലും യു ഹാവ് ടു കീപ് ദ ലാംഗ്വേജ് സ്പെല്ലിംഗ് റൈറ്റ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. So you are pointing out that medical terms if that is unfamiliar. ഫോർ എക്സാമ്പിൾ ഐബുപ്രൂഫൻ, അതിന്റെയൊക്കെ സ്പെല്ലിംഗ് തെറ്റിപ്പോയി, അത് ടെക്നിക്കൽ ടേം അല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഐബുപ്രൂഫൻ ഇസ് എ കോമൺ മെഡിക്കൽ ടേം, ഇറ്റ്സ് എ പെയിൻ കില്ലർ ദാറ്റ് എവ്രിവൺ നോസ്, എവ്രി ലേമൻ നോസ്. അതുകൊണ്ട് അതൊക്കെ തെറ്റിച്ച് കഴിഞ്ഞാൽ തെറ്റ് തന്നെയാണ്. ബട്ട് ദെൻ അൺഫെമിലിയർ മെഡിക്കൽ ടേംസ് ലൈക്ക് ഡയഗ്നോസിസ് ഓർ മെഡിസിൻസ് ദാറ്റ് ദേ വോണ്ട് കൺസിഡർ, അതിന്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വുഡ് ബി ഫൈൻ. ബട്ട് ഇംഗ്ലീഷ് വേർഡ്സ് there is no excuse. അത് കറക്റ്റ് ആക്കുക തന്നെ വേണം. അപ്പം ഈ സ്പെല്ലിംഗ് നിങ്ങൾ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ എപ്പോഴും സ്റ്റുഡൻസിനോട് എവറി ടൈം ഇഫ് യു ആർ മേക്കിംഗ് എ സ്മോൾ മിസ്റ്റേക്ക് റൈറ്റ് ഡൗൺ ഇറ്റ്സ് 3 times 4 times, ഗെറ്റ് യൂസ് ടു ഇറ്റ്. നമ്മളൊരു സ്പെല്ലിംഗ് ചെക്ക് ബുക്കും സ്പെല്ലിംഗ് പ്രാക്ടീസ് ചെയ്യുന്ന ബുക്കൊക്കെ നമ്മുടെ അടുത്ത് എപ്പോഴും വേണം. ബിക്കോസ് നമ്മളൊരു ലാംഗ്വേജ് ആണ്. അതിപ്പോൾ ഒരു സ്പീക്കിംഗ് ചെയ്യാൻ നേരത്ത് നമ്മളൊരു പുതിയ വാക്ക് കണ്ടു കഴിഞ്ഞാൽ ഞാൻ സ്റ്റുഡൻസിനോട് പറയും അതിന്റെ സ്പെല്ലിംഗ് എഴുതി നോക്കൂ, അത് നിങ്ങൾ പഠിക്കൂ, കീപ് ദാറ്റ് ഇൻ യുവർ book. Let it be in reading. When you see a new word, you should understand the meaning of it. നിങ്ങൾ ആ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ടൈമർ വെച്ച് പോകുമ്പോൾ യു മേ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഫ്രം ദ ഹോൾ എന്താ പറയുക, ഒരു കോണ്ടെക്സ്റ്റ് ആയിട്ടായിരിക്കും മനസ്സിലാക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാ വാക്കും മനസ്സിലായി എന്ന് പറയുന്നില്ല. ആ ഒരു സാഹചര്യം വെച്ച് നിങ്ങൾ അതിന്റെ മീനിങ് മനസ്സിലാക്കും. അതിനുശേഷം you actually have to learn the meaning and study the spelling also, because you are training for a language test. ഇതൊരു ലാംഗ്വേജ് ടെസ്റ്റ് ആണ്. കുറച്ച് നാള്
കുറച്ച് നാളത്തേക്ക് ആ ഒരു ടൈം കഴിയുന്നത് വരെ നമ്മൾ എപ്പോഴും നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, ദിസ് ഇസ് എ ലാംഗ്വേജ്. എല്ലാ ദിവസവും നമ്മൾ ആ ഒരു ലാംഗ്വേജ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, ദാറ്റ് സോ ഇമ്പോർട്ടൻറ്റ്. ഇപ്പം മലയാളത്തിൽ കുറച്ച് കട്ടിയുള്ള വാക്കുകൾ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര പേർക്ക് എഴുതാൻ പറ്റും. പക്ഷെ സ്കൂൾ ടൈമിലായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് അതിനെ എഴുതാൻ പറ്റും. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് ഇറ്റ്സ് ലാംഗ്വേജ്. സോ പ്രാക്ടീസ് ഇസ് സോ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. Okay, so I am confused, like where is doubts for writing and speaking? I wonder. Okay, writing and speaking in ipo doubts onnu ille. We still handle writing and speaking. So speaking in the doubts and writing in the doubts okke ചോദിക്കാവുന്നതാണ്. Hi Sejal, how are you? Sejal is in New Zealand, so nice to see you, Sejal. And Sia has again a suggestion for Needu. Yeah. Needu, focus and score in A and B part, get maximum there. Yeah, exactly. അതൊരു നല്ല സജഷൻ ആണ്. പക്ഷെ ഐ ഡോണ്ട് തിങ്ക് ലൈക്ക് യു ഷുഡ് ലീവ് സീനെ ഉപേക്ഷിക്കണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. You have to, again ഞാൻ പറഞ്ഞതുപോലെ, don't be too greedy when you move to part C. Part Cയിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ കീവേഡ്സ് വെച്ചിട്ട് ഒന്നും നമ്മൾ ആൻസേഴ്സ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് that is basically the options, the 4 options which you receive. Some of the words might be there in the paragraph, but അത് നോക്കി നമ്മൾ ആൻസറിലേക്ക് എത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ never trust me, I bet ഒരിക്കലും നമുക്കത് റൈറ്റ് ആൻസർ ആവില്ല. Instead, what you have to do for part C is to understand the whole idea of each paragraph where the question is asked. Question ചോദിച്ചിരിക്കുന്ന പാരഗ്രാഫ് ഏതാണോ അത് കൃത്യമായിട്ട് വൃത്തിയായിട്ട് വായിക്കുക. അല്ലാതെ അവിടെ ഓടിച്ചു വിട്ടോ വായിക്കലോ അല്ലെങ്കിൽ അതിൽ കീവേഡ്സ് നോക്കി വായിച്ചിട്ടൊന്നും കാര്യമില്ല. കൃത്യമായിട്ട് ഫോക്കസ്ഡ് റീഡിങ് പാർട്ട് സിയിൽ ചെയ്യുക. അപ്പൊ അങ്ങനെ പാർട്ട് സിയിൽ ഫോക്കസ്ഡ് റീഡിങ് ചെയ്യുമ്പോഴുള്ളൊരു പ്രശ്നം, again we have time constraints. Yes, actually there is a question indeed. Yes. Reaja has already asked, when practicing reading, how much time I need to practice for B and C part? Exactly. A valid I'll come question. to that. അപ്പം ഈ പറയുന്നത് പോലെ റീഡിങ്ങിലേക്ക് നമ്മൾ പാർട്ട് സിയിലേക്ക് എസ്പെഷ്യലി വരുമ്പം ഐ തിങ്ക് 8x2 16 ക്വസ്റ്റ്യൻസ് ആണ് പാർട്ട് സിയിൽ വരുന്നത് അല്ലേ? കമ്പൈൻ പാർട്ട് ടെക്സ്റ്റ് C1 and C2. സോ അതിൽ അഗെയിൻ ഈ പറയുന്നത് പോലെ 16 ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാനായിട്ട് നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ ഒരുപക്ഷെ നമുക്ക് 16 തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. യെസ്, ബിക്കോസ് ഈ പറയുന്ന പോലെ നമ്മൾ റാൻഡംലി വായിച്ച് സി പറഞ്ഞു, സി ഈസ് ഫോർ എക്സ്പേർട്സ്. സോ എക്സ്പേർട്ട് റീഡിംഗ് ഇസ് നെസസറി ഇൻ ദ സി പാർട്ട്. അതുകൊണ്ടാണ് ഡോണ്ട് എക്സ്പെക്ട് ദാറ്റ്. ഇപ്പോ പല കുട്ടികളും പറയാറുണ്ട് പാർട്ട് സി വാസ് ഡിഫിക്കൽട്ട്. ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട്. ദാറ്റ് ഈസ് ദ പോയിന്റ് ഓഫ് ദിസ് എക്സാമിനേഷൻ അല്ലേ? നിങ്ങളുടെ ലാംഗ്വേജ് സ്കിൽ എത്രയുണ്ടെന്ന് ചെക്ക് ചെയ്യുന്ന എക്സാമിനേഷൻ ആണ്. സോ നിങ്ങൾ ആ ഒരു സി പാർട്ട് ലെവലിലോട്ട് നമ്മൾ ഉയരണം. ഇസ്ന്റ് ഇറ്റ്? പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഫോക്കസ് ചെയ്ത് വായിച്ച് അതിന്റെ ഓവറോൾ ഐഡിയ നമ്മുടെ മൈൻഡിൽ ഉണ്ട് എങ്കിൽ എന്നിട്ട് ഓപ്ഷനിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഫൈൻഡ് ഔട്ട് റൈറ്റ് ആൻസർ അറ്റ്ലീസ്റ്റ്. സോ നമുക്കൊരു 16 ക്വസ്റ്റ്യൻസിൽ one extract try to attempt 6 questions out of 8. ഒരു 6 questions attempt ചെയ്യാൻ ശ്രമിക്കുക. സോ ബാക്കിയുള്ളത് ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പം വരുമ്പോൾ അപ്പോൾ 6 questions നമുക്ക് റൈറ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. ബിക്കോസ് വി ആർ ടേക്കിംഗ് അവർ ടൈം, വി ആർ റീഡിങ് ഇറ്റ് thoroughly. നമ്മൾ അർത്ഥം മനസ്സിലാക്കി വായിക്കുകയാണ്. സോ ഓരോ ക്വസ്റ്റ്യൻ്റെയും നമ്മൾ ഇത് കിട്ടിക്കൊണ്ടിരിക്കും. ദാറ്റ് വിൽ ഓൾസോ ബൂസ്റ്റ് യുവർ കോൺഫിഡൻസ്. അപ്പോൾ നമുക്കത് ഒരുപാട് സൈക്കോളജിക്കലി ഒക്കെ നമുക്ക് ഇൻഫാക്ട് നമ്മളെല്ലാം ഇങ്ങനെ ഓടിച്ചിട്ട് വായിക്കുന്നതിനേക്കാൾ നല്ലല്ലേ അവസാനത്തെ 2 മാത്രം ഓടിച്ചിട്ട് വായിക്കുന്നത് അല്ലേ? സോ അതുകൊണ്ട് സോ ലൈക്ക് there are a lot of things to speak about. നമ്മൾ 42 എയിം ചെയ്ത് പോകുമ്പോഴാണ് 42 and 42. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ആരും അങ്ങനെ എയിം ചെയ്തില്ല, ഞങ്ങൾക്ക് ഒരു 30 മാർക്ക് കിട്ടിയാൽ മതി എന്ന് പറയും. 350 വാങ്ങിക്കാനല്ല ട്രെയിൻ ചെയ്യുന്നത്, നിങ്ങൾ ക്ലിയർ ചെയ്യാനാണ് ട്രെയിൻ ചെയ്യുന്നത്. ക്ലിയർ ചെയ്യാൻ നമ്മൾക്ക് എന്തൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ ഉദ്ദേശിച്ചത് അപ്പം ഞങ്ങൾക്കൊരു 42 ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ 40 ഫുൾ മാർക്സ് ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല, ഒരു 30 കിട്ടിയാൽ മതി എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. സർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യാൻ നേരത്തെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ മറക്കും. നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും വേണം. നമ്മൾ എല്ലാ ക്വസ്റ്റ്യനും ഒരേ ഇത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ സി പാർട്ടിലായാലും വെരി ടഫസ്റ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ മൈൽഡ്, അങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടാവും. അപ്പം അതിലൊക്കെ നമ്മൾ സമയം കളയുന്നു എന്നുള്ളതാണ്. സോ നമ്മളുടെ മനസ്സിൽ നമുക്ക് 30 മതി എന്ന്, അല്ലെങ്കിൽ എനിക്ക് അത്രയെങ്കിലും ഒന്ന് മതി എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ പോലും വെൻ വി ടേക്ക് ദ ടെക്സ്റ്റ് വാട്ട് ഹാപ്പനസ് നമ്മൾ ഡീവിയേറ്റഡ് ആയി നമുക്ക് എല്ലാം വേണം. ഓക്കെ, സോ അതിന് നമ്മൾ ഒന്ന് പറയാം, ഒന്ന് ഡിസിപ്ലിൻഡ് ആയാൽ മതി, നമുക്ക് എല്ലാം കിട്ടും. ഓക്കെ. And Rija's question, when practicing reading, how much time I need to practice for B and C? Which already you have to get the answer. Regarding the timing for B and C, like overall നമുക്ക് 45 minutes ആണുള്ളത്. And on an average scale,
you can take about 2 minutes for a single question. Yes. And part B together പറയുകയാണെങ്കിൽ നമുക്കൊരു എന്താ പറയുക it's well and good if you can complete. So 6 questions ആണ് part B യിൽ വരുന്നത്. So 6 into 2 makes it 12. But it is well and good if you can complete that in 10 or 11 minutes. 10 മിനിറ്റിൽ നിന്ന് ചെയ്യാൻ പറ്റും if you use proper techniques. അത് there are different types of questions in part B. അത് കൃത്യമായിട്ട് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 10 മിനിറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റും. I hope my students are able to do that now. And so we have enough and more time for part C. So 35 minutes നമുക്ക് part C കിട്ടും. ഇനി പോട്ടെ ഒരു if you take around 11 or 12 minutes for part C, again you will get 33 minutes. Part B. Part B ക്ക് 12 minutes എടുത്താലും again you will having 33 minutes for part C. പക്ഷേ അത് it's always good if you can do part B in 10 minutes and 35 minutes for part C. Yes. Okay. Well understood. So, yeah, what about the importance of articles in listening part A as well as in reading? Do we lose marks? Okay, actually, I can speak to you about the listening articles and listening. Listening in the like if you've heard and if it is necessary, please do put the article. ഇല്ലാത്ത ആർട്ടിക്കിൾ നമ്മൾ എഴുതിയാൽ ഉറപ്പായിട്ട് മാർക്ക് പോകും. ഓക്കെ, സോ ലൈക്ക് ഇഫ് ദർ ഇസ് an article isn't set പറഞ്ഞിട്ടില്ല, അതുപോലെ തന്നെ സെന്റൻസ് കൺസ്ട്രക്ഷൻ ആവശ്യവുമില്ല. ആൻഡ് വി തോട്ട് ഓക്കെ ഇതിനൊക്കെ എപ്പോഴും ആർട്ടിക്കിൾ വേണ്ടതാണല്ലോ, ഇരിക്കട്ടെ. ഫോർ എക്സാമ്പിൾ പ്രൊഫഷൻ ഇസ് എ ഷുവർ ക്വസ്റ്റ്യൻ ആൻഡ് ലിസണിംഗ് പാർട്ട്. ഒരു പ്രൊഫഷനെങ്കിലും ഒരു ജോബ് റോളെങ്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും ഫോർ ഷുവർ. അതിന് ആർട്ടിക്കിൾ ഇസ് നെസസറി, എ ഓർ ആൻ ആവശ്യമുള്ളതാണ്. So if it is I am a dash, okay, I am a, for example, hairdresser എന്നാണ് ആൻസർ. I am a hairdresser എന്നാണ് ആൻസർ. I am a is already given. ഇപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ട് ജോബ് റോൾ ആണെങ്കിൽ ആർട്ടിക്കിൾ എഴുതണം. സോ ഓൾ ഓഫ് എ സഡൻ വാട്ട് വി റൈറ്റ് ഇസ് a hairdresser എന്ന് എഴുതി വെച്ചു. ഓക്കെ, ഇറ്റ്സ് ഓൾറെഡി ഇസ് there in the question paper. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓൾറെഡി എ ഉണ്ട്, നമ്മൾ വീണ്ടും എടുത്ത് എ എഴുതി വെച്ചു, യു വിൽ ലൂസ് മാർക്സ്. സോ അതാണ് ഞാൻ പറഞ്ഞത്, ആവശ്യമില്ലാത്ത ആർട്ടിക്കിൾ. ഓക്കെ, ആർട്ടിക്കിൾ വേണ്ടാഞ്ഞിട്ട് നമ്മളൊരു ഭംഗിക്ക് ആഡ് ചെയ്യുവാണെങ്കിൽ വിൽ ലൂസ് മാർക്സ്. ഓക്കെ, ഓൺ ദി അതർ ഹാൻഡ് ആർട്ടിക്കിൾ ഇസ് there, ആൻസർ കീയിൽ ആർട്ടിക്കിൾ ആവശ്യമുണ്ട് എന്നിട്ട് നമ്മൾ എഴുതിയില്ലെങ്കിലും ദാറ്റ് ഇസ് ഓപ്ഷണൽ. ഐ ഹോപ്പ് ഐ ഹവ് മെയ്ഡ് ഇറ്റ് ക്ലിയർ. ഞാൻ ക്ലിയർ ആക്കി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആർട്ടിക്കിൾ ആയിക്കൊള്ളട്ടെ, പ്ലൂറൽ ഫോംസ് ആയിക്കൊള്ളട്ടെ. ആൻഡ് വാട്ട് എൽസ്, ഹൈഫനേറ്റഡ് വേർഡ്സ്. ഓക്കെ, അപ്പോഴും ശ്രദ്ധിക്കുക, ഹൈഫനേറ്റഡ് വേർഡ്സ് ഓപ്ഷണൽ ആണെന്ന് പറയുമ്പോൾ നമ്മൾ ചുമ്മാ എല്ലാ വർക്കിലും എന്തായാലും ഓപ്ഷണലല്ലേ, കിടക്കട്ടെ ഒരു ഹൈഫൺ എന്ന് പറഞ്ഞിടരുത്. ബി വെരി കെയർഫുൾ. ലൈക്ക് ഇല്ലാത്ത ഹൈഫൺ എടുത്തിടുവാണെങ്കിൽ യു വിൽ ലൂസ് മാർക്സ്. ഓക്കെ, ഒരു വാക്കിന് ഹൈഫൻ്റെ ആവശ്യമില്ല, നമ്മൾ എടുത്തിട്ടു, യു ലൂസ് മാർക്സ്. ഒരു വാക്കിന് ഹൈഫൻ്റെ ആവശ്യമുണ്ട്, അതിടാൻ മറന്നുപോയി, അല്ലെങ്കിൽ ഇട്ടില്ല, നോ പ്രോബ്ലം, ഇറ്റ്സ് ഓപ്ഷണൽ. ഓക്കെ, ബട്ട് ദെൻ ഇതെല്ലാം നമ്മുടെ കോഴ്സ് ഓഫ് പ്രാക്ടീസിന്റെ സമയത്ത് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഹൈഫൻ വേർഡ്സ് ഏതൊക്കെയാണ് അല്ലേ? അപ്പം സംശയമുള്ളത് നമ്മൾ ഇടാണ്ടിരിക്കുക, സംശയം ഇല്ലാത്തത് ഉറപ്പായിട്ടും അതിൻ്റെതായ തന്നെ ഫോളോ ചെയ്യുക, ഇംഗ്ലീഷ് റൂൾസ് അനുസരിച്ച് തന്നെ ഫോളോ ചെയ്യുക. ഓക്കെ, so in writing letter commenced down or commenced with medication, ഏതാണ് correct usage actually? Thank you so much for answering the writing doubt, by the way. Actually both indicates initiation of medication as a part of treatment plan. രണ്ടും actually നമുക്ക് grammatically തെറ്റല്ല, but it is better if you can use commenced with for medications, like commenced with paracetamol, commenced with dolo, random like whatever it is, commenced down എഴുതിയാലും it's not grammatically wrong, but I think the better one for medication is commenced with. And for physiotherapy, diet, exercise അങ്ങനെയുള്ള phenomena ഒക്കെയാണ് വരുന്നതെങ്കിൽ you can better use commenced on physiotherapy, commenced on diet, commenced on exercise എന്നെഴുതുന്നതായിരിക്കും better. പക്ഷേ അത് മാറിപ്പോയാലും don't worry, both are correct കേട്ടോ. Okay, so that's a valid question. Yeah. Please explain connecting words which are not using now in writing. Okay, ഇതിൽ you can answer. ഇപ്പോൾ ഉപയോഗിക്കാത്ത connecting words in writing. This is actually a valid question. ഞാൻ generally ഒരു കാര്യം പറയട്ടെ. അരീജ പറഞ്ഞ question. Please explain connecting words which are not using now for writing. ഈ writing എന്ന് പറയുന്നത് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് മാറിയിട്ടൊന്നുമില്ല. നിങ്ങൾ കുറേ തെറ്റിദ്ധാരണകൾ ഇതിനകത്ത് ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഈ വാക്കിപ്പം ഇനി ഉപയോഗിക്കാൻ പറ്റത്തില്ല, എന്താ പറയുക,
റൈറ്റിംഗിൽ ഇതിപ്പോൾ OET അപ്ഡേഷനിൽ ഈ വാക്കിന് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എവിടെയാണ് നിങ്ങൾ അപ്ഡേഷൻസ് കണ്ടിട്ടുള്ളത്? ലെറ്റ് മീ ടെൽ യു, ദിസ് ഇസ് എ ലാംഗ്വേജ്. ഓക്കെ, സോ ദിസ് ലാംഗ്വേജ് ഇസ് കോൾഡ് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ. പണ്ട് നമ്മൾ ഇൻഫോർമൽ ആയിട്ടുള്ള വാക്കുകൾ ലെറ്ററിൽ കൊണ്ടുവന്നിട്ടുണ്ടാവും. ആരെങ്കിലും നമുക്കത് വേണ്ട, ഇനി മുതൽ അത് ഉപയോഗിക്കേണ്ട, ബിക്കോസ് ദാറ്റ് ഇസ് നോട്ട് ഫോർമൽ ഇനഫ് എന്ന് പറഞ്ഞ് കോൺവെർസേഷൻ. ഫോർമൽ കോൺവെർസേഷൻ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു മോഡ് ഓഫ് കണക്റ്റീവ്സ് അല്ലെങ്കിൽ ആ ഒരു നറേഷൻ നമ്മൾ ഫോളോ ചെയ്യണം. അവിടെ നമ്മൾ ഇൻഫോർമൽ ആയിട്ട്, ഇപ്പൊ ഞങ്ങൾ ഈ ലൈവ് സെഷനിൽ ഉപയോഗിക്കുന്ന ഒരു വേ ഓഫ് ടോൺ ആയിരിക്കില്ല ഞങ്ങൾ ഒരു ഫ്രണ്ട്ലി കോൺവെർസേഷനിൽ ഉപയോഗിക്കുന്ന ഒരു വേ ഓഫ് ടോൺ എന്ന് പറയുന്നത്, അല്ലേ? സോ ഇറ്റ് ഡിപ്പെൻസ്. അപ്പോൾ ഒരു ലെറ്ററിലേക്ക് വരുമ്പോൾ നമ്മൾ അവിടെ ഒരു എന്താ പറയുക, ഒരു ഫോർമൽ ടോണിൽ തന്നെ ആയിരിക്കണം അത് പ്രസന്റ് ചെയ്യേണ്ടത്. അവിടെ പണ്ടും ഉപയോഗിക്കാൻ പാടില്ലാത്ത ഇൻഫോർമൽ വേർഡ്സ് തന്നെ ഇപ്പോഴും ഉപയോഗിക്കാൻ പാടില്ലാത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ, സോ ഇസ് എ വേർഡ് വിച്ച് ഈസ് കൺസിഡർഡ് ആസ് ഇൻഫോർമൽ. അത് ഇപ്പോൾ OET പറയണം നാളെ മുതൽ സോ എഴുതിക്കോ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് നോട്ട് പോസിബിൾ, ബിക്കോസ് അതൊരു വളരെ ബ്ലണ്ടർ ആയിട്ടുള്ള ഒരു തോട്ടാണ്. ആക്ച്വലി ഐ നോട്ട് സെയിങ് ദാറ്റ് യു ആർ ഹാവിംഗ് സച്ച് തോട്ട്സ്. ഇങ്ങനെ പലരെയും നമ്മൾ പറഞ്ഞു തരുന്നതിന്റെ പ്രശ്നമാണ്. ഇനി മുതൽ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല. പണ്ട് ഉപയോഗിച്ചിരുന്നു, ഇപ്പൊ ഉപയോഗിക്കാൻ ഇന്നലെ വരെ OET വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, ഇന്ന് മുതൽ വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും അപ്ഡേഷൻ വന്നിട്ടുണ്ടോ? സോ ദിസ് ഇസ് ലൈക്ക് എന്താ പറയാ, നമ്മുടെ എന്താ പറയാ, അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ആ ഒരു ലാംഗ്വേജിലോട്ടുള്ള ഗ്രാഹ്യം നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ആൾക്ക് കുറവാണ്, അല്ലെ? അത് നമ്മുടെ ആരെയും കുറ്റമല്ല, നമുക്ക് എല്ലാവർക്കും എല്ലാത്തിലും മികച്ചു നിൽക്കാൻ പറ്റത്തൊന്നുമില്ല. പക്ഷെ ഈ ഒരു തെറ്റിദ്ധാരണ നമുക്ക് മാറ്റാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, റീജ, വണ്ടർഫുൾ കമന്റ്. ഐ ഫീൽ ലൈക്ക് റീഡിംഗ് ഇറ്റ് അലൗഡ്. ഐ എം എ റിപ്പീറ്റർ. ഐ ഫെയിൽഡ് 3 times for reading. See, that's something coming from her heart, that she is ready to say that she has failed 3 times for reading. Before I hate reading module, especially part C. After coming let's update, now I like reading module. That's enough actually, അല്ലേ? ഒരു സാധനം ഇഷ്ടപ്പെട്ട് തുടങ്ങാന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. Thank you so much for that comment. Appreciating all our reading trainers, our reading materials, and also I think I can also take a bit if you are in the exam batch. Okay. Because what about I am also a person who is not really interested in this reading module. അതാണ് റൈറ്റിംഗ് മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് റീഡിംഗ് വേണ്ട, അല്ലെങ്കിൽ റീഡിംഗ് I was not that interested into that module. ഇൻട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ടായിരുന്നു ഞാനത് വേണ്ട അല്ലെങ്കിൽ ചെയ്യാൻ കൂടുതലായിട്ടും we definitely look into the materials, listening ആയാലും നമ്മൾ നോക്കും. പക്ഷെ അതിനകത്തോട്ട് നമ്മൾ fully dedicate ചെയ്തതിന്, of course, as just like you, we understand that it's a kind of time taking and also maybe sometimes boring in the room. പക്ഷെ very wonderful word play ആണ് questions അല്ലേ? It's a kind right now I think എനിക്ക് റൈറ്റിംഗിനേക്കാളും കൂടുതൽ എനിക്ക് പേഴ്സണലി ചെയ്യാനും കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാനും അത് ഡിസ്കസ് ചെയ്യാനൊക്കെ എനിക്ക് പേഴ്സണലി ഏറ്റവും കൂടുതൽ ഇപ്പം ഒരു ഇഷ്ടം തോന്നുന്ന റീഡിംഗ് മൊഡ്യൂളാണ്. കാരണം എവറി ടൈം ദർ ഇസ് എ വണ്ടർഫുൾ വേർഡ് പ്ലേ, അല്ലേ? ക്വസ്റ്റ്യൻസിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും നല്ല ട്രിക്കി ആയിട്ട് അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് എവറി ടൈം ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അൺഫോർച്ചുനേറ്റ്ലി റൈറ്റിംഗിൽ ഇപ്പൊ സിമിലർ ക്വസ്റ്റ്യൻസ്, സ്പീക്കിംഗിലും സംതിങ് ന്യൂ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇഷ്ടമായിരിക്കും. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടായാലും സ്പീക്കിംഗ് കാർഡിൽ പുതുതായിട്ട് എന്തെങ്കിലും ഞാൻ കാണുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഡീൽ ചെയ്യാനായിട്ട്. സോ സിമിലർലി, താങ്ക് യു റീജ. വാട്ട് അബൌട്ട് ഓൾദോ ഈവൻ ദോ? ലിജു ചോദിച്ചിട്ടുണ്ട്. റീജ ചോദിച്ച ഒരു ക്വസ്റ്റ്യന്റെ ഭാഗമായിട്ട് പറയാം. ദ വേർഡ് ഈവൻ ദോ ഇസ് നോട്ട് സംതിങ് ദാറ്റ് യു ക്യാൻ യൂസ് ഇൻ യുവർ ലെറ്റർ ബിക്കോസ് ദാറ്റ് ഈസ് ടു അക്കാഡമിക്. ഒരു കുറച്ച് എസ്എ കൈൻഡ് ഓഫ് അക്കാഡമിക് വേർഡാണ്. അതൊരു ലെറ്റർ കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജിലേക്ക് വരുമ്പോൾ വി ഡു നോട്ട് ആക്ച്വലി overly use even though, but although is perfect. Okay, so although is accepted. You do not have to go for the option even though. Okay, so Shibin sir, etc. You can, if you are asking whether you can use the word etc, definitely you cannot use the word etc. Instead you can use and so on, but അങ്ങനെ etc and so on circumstances നമുക്ക് വരാറില്ല. And in the question വേറെ എക്സ്ട്രാ ഓപ്ഷൻസ് ആണ്. I think she's just focusing on the word etc, അല്ലേ? etc എന്ന് ഉപയോഗിക്കരുത് കേട്ടോ. Okay. Good evening, Shibin sir. Shibin sir is a wonderful listening trainer that we have in our academy. Rija, yes. Good evening. Okay, so I think speaking നെ പറ്റി ഞാനൊന്നും സംസാരിച്ചില്ല. So I think I should speak about speaking also. Warm-up questions. I've heard that ഞാൻ പലരും പറഞ്ഞു കണ്ടിട്ടുണ്ട് hundreds of warm-up questions ഒക്കെ പഠിച്ചിട്ട് പോകുന്നവരൊക്കെ ഉണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സോ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ പ്രീവിയസ് എക്സാം ടേക്കേഴ്സിനോടൊക്കെ ഒന്ന് ചോദിച്ചു മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കിട്ടും എന്തൊക്കെയാണ് പൊതുവേ വരുന്ന വാം-അപ്പ് ക്വസ്റ്റ്യൻസ് എന്ന്. യു ക്യാൻ പ്രസ് ലെറ്റ്സ് അപ്ഡേറ്റ് ലാംഗ്വേജ് അക്കാഡമി, ലെറ്റ്സ് അപ്ഡേറ്റ് ലാംഗ്വേജ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിൽ വാം-അപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾ അതിലോട്ടൊന്ന് നോക്കുക, അതൊക്കെ നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് പോവുക. ദാറ്റ് ഇസ് യെസ് ഐ വാസ് എൻ എക്സാമിനർ, സോ ഐ ക്യാൻ ടെൽ യു വിത്ത് മോർ കോൺഫിഡൻസ്, അല്ലേ?
അപ്പോൾ അഷ്യോറിറ്റി ഓൾസോ. അപ്പം ബെറ്റർ ഗോ ത്രൂ ദാറ്റ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ അത് മാത്രം വാമപ്പിനെ ഫോക്കസ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം, ആൻഡ് ഫോർ മൈ സ്റ്റുഡൻസ് ഐ ഡു നോട്ട് ഗിവ് മച്ച് ഫോക്കസ് ടു ദിസ് വാമപ്പ് ക്വസ്റ്റ്യൻസ്. വാമപ്പ് ക്വസ്റ്റ്യൻസിന് വൺ ഡേ പ്രാക്ടീസിന്റെ ആവശ്യമുള്ളൂ. വൺ ഡേ പ്രാക്ടീസ് ഡെഫിനറ്റ്ലി അതിന്റെ ആവശ്യമുള്ളൂ. ഞാൻ അധികം ഫോക്കസ് കൊടുക്കാറില്ല. അപ്പൊ അൺനെസസറി ആയിട്ട് ഫോക്കസ് കിട്ടിയ കുട്ടികൾ പറയും, അയ്യോ ഞങ്ങൾക്ക് വാമപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നില്ല. അപ്പൊ ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കാം, ഇറ്റ്സ് നോട്ട് നെസസറി. നമുക്ക് ഒരു ദിവസത്തെ കാര്യമുള്ളൂ, ഇത്ര ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ളൂ, എന്തിനാണ് പേടിക്കുന്നത്? ഓക്കെ, അത്രേ ഉള്ളൂ. ആൻഡ് കമ്മിങ് ടു സ്പീക്കിംഗ്, ഗോ ത്രൂ ദ ഡിഫറെന്റ് സെറ്റിംഗ്സ്. ഇൻട്രൊഡക്ഷൻസ് എല്ലാം ക്ലിയർ ആക്കി വെക്കുക. ഞാൻ പറഞ്ഞിട്ടുണ്ട്, വിരലിൽ എണ്ണാവുന്ന ഇൻട്രൊഡക്ഷൻസ് മാത്രമേ OET സ്പീക്കിംഗ് കാർഡിലുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ പറയുവാണെങ്കിൽ ദർ ഇസ് നത്തിങ് ന്യൂ ഹാസ് കം അപ്പ് വിത്ത് ഇൻ ലിസണിങ് മൊഡ്യൂൾ, സോറി ഇൻ സ്പീക്കിംഗ് മൊഡ്യൂൾ. സ്പീക്കിംഗ് മൊഡ്യൂളിൽ പുതുതായിട്ടൊന്നും അധികമായിട്ട് വരുന്നില്ല. അപ്പം അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം ഗുണമാണ്. യു വിൽ ബി വെരി അഷ്യോർഡ്. നിങ്ങൾക്ക് എന്താണ് പറയേണ്ടതെന്ന് കൃത്യമായ ധാരണ ഉണ്ടാവും. സോ എല്ലാവരും ഓക്കെ, ഞാൻ പറയുവാണെങ്കിൽ മാക്സിമം പോയി ഒരു 6 ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമുള്ളൂ. ഓക്കെ, സോ ദോസ് ആർ വാച്ചിങ് ദിസ് അണ്ടർസ്റ്റാൻഡ് വെദർ 6 introductions am I thorough with. ഓക്കെ, thorough ആണോ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. സോ ഇതൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. യൂട്യൂബിൽ ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്, എബി ജോർജ്. Okay. How to write purpose in homicide letter? So definitely, it's a good question. So actually, homicide letters belongs to a category of referral letters. So don't forget, if you are writing a referral letter, it's or transfer letter ആണെങ്കിലും അങ്ങനെ ഏത് ലെറ്റർ ആണെങ്കിലും it's always better you can explicitly write the kind of letter in the introduction. Homicide letter ആണെങ്കിൽ പോലും I'm writing to refer. That word is quite useful for getting more marks. The name of the patient, Mr. Hareesh. Then if it's an unknown case letter, you can use age as a reference, a 65-year-old. No, I'm not 65-year-old actually, that's not a 65-year-old who requires continuing care and management at home. Or I'm writing to request home visits, or I'm writing to request a home visit. So the thing that you have to keep in mind while you write home visit letter is that do not just write, I am writing to refer Mr. Hareesh who requires continuing care and management, full stop. Definitely, okay, the reader might be happy to give the continued care. The reader might have understood your name, the reader might have understood the age category of the patient, and the reader might have understood what happened to the patient. Everything മനസ്സിലായി. പക്ഷേ റീഡറിന് ഒരു കാര്യം മാത്രം അവിടെ മനസ്സിലായില്ല. എന്തിനാണ്? Like, where should I give this care? Like whether the patient will be coming to my facility or whether I should go somewhere else. അവിടെ ക്ലിയർ ആവുന്നില്ല. കാരണം ഞാൻ റെഫർ ചെയ്യുന്നത് ഇന്നയാൾക്ക് കണ്ടിന്യൂയിങ് കെയർ വേണ്ടി എന്ന് മാത്രം പറയുമ്പോൾ അത് എവിടെയാണ് കണ്ടിന്യൂയിങ് കെയർ വേണ്ടതെന്നും കൂടെ നമ്മൾ സ്പെസിഫൈ ചെയ്തെന്നായിരിക്കും. സോ ഫോർ ദാറ്റ് യു ക്യാൻ ബെറ്റർ യൂസ് ഐ എം റൈറ്റിംഗ് ടു റിക്വസ്റ്റ് ഹോം വിസിറ്റ്സ് ഫോർ, or I am writing to request a home visit for. Or if you are confused between whether it is for a single visit or for multiple visits, you can use that towards the end of a sentence. Like for example, I am writing to refer Mr. Hareesh, a 65-year-old who requires continued care and management at home. So it is safe. About the തെറ്റി പോകുന്നില്ല. Yes. I hope it is clear to you, AB. Okay, Sharmili has got a message. Thank you so much. So coming in and texting us this. Good evening, sir, ma'am. You guys and your team are doing wonderful job. Thank you so much. And thank you for referring the team also. ഉറപ്പായിട്ടും ലെറ്റ്സ് അപ്ഡേറ്റിന് പറയുന്നവർക്ക് ലെറ്റ്സ് അപ്ഡേറ്റിന്റെ ടീമിന് പറയാതിരിക്കാൻ പറ്റില്ല. Because they are also doing a wonderful job. It's not a, yes, we cannot make a one man show. അല്ലെ, നമുക്ക് ഒരാൾക്കായിട്ട് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഡെഫിനറ്റ്ലി അതിന് പിന്നിൽ ഒരു വലിയ ടീമുണ്ട്. സോ താങ്ക് യു സോ മച്ച് ഫോർ referring that team. Okay, so can use due to in introduction. Due to introduction il എഴുതാൻ പറ്റുമോ സർ? റൈറ്റിംഗ് better you can use the word following. Okay, like for example, he was admitted following എന്ന് എഴുതുന്നതാണ് ഇപ്പോൾ നല്ലത് കേട്ടോ. Okay, so I think due to എഴുതുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല, പക്ഷേ it's always better you can use the word following instead of that, which is more ഫോർമൽ. ഓക്കെ, ഈ ഡ്യൂ ടു കണ്ടതുകൊണ്ട് ഞാൻ പറയാം, ലിസണിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ബിക്കോസ് ഓഫ് ഡ്യൂ ടു ഇങ്ങനെ കുറെ ബി പാർട്ടിലും സി പാർട്ടിലും നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. സെക്കൻഡ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യനിൽ മേ ബി അടുത്ത ഈ എക്സാമിന് വരട്ടെ, അങ്ങനെ ഡെഫിനറ്റ്ലി വരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഡ്യൂ ടു, ബിക്കോസ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ആണ് ക്വസ്റ്റ്യൻ അവസാനിക്കാൻ പോകുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ മിസ്റ്റർ മാത്സ്യൻ things that this is because of എന്ന് പറഞ്ഞിട്ട് ബിക്കോസ് ഓഫിലാണ് കാര്യം നിൽക്കുന്നത്. വാട്ട് ഇസ് ഡ്യൂ ടു, ബിക്കോസ് ഓഫ് ഇൻഡിക്കേറ്റ്സ് റീസൺ അല്ലെ, എന്തോ ഒരു കാരണം, എന്ത് കാരണം കൊണ്ടാണ്
എന്നുള്ളതാണ് അവിടെ ചോദിക്കുന്നത്. ഓക്കെ, സോ വെൻ യു സീ ദിസ് ഡ്യൂ ടു ബിക്കോസ് ഓഫ്, അപ്പോൾ അവിടെ നിങ്ങൾ റീസൺ എന്താണ് അവർ പറയാൻ പോകുന്ന റീസൺ എന്നുള്ളത് ഫോക്കസ് ചെയ്തിട്ട് വേണം കേൾക്കാനായിട്ട് കേട്ടോ. അപ്പൊ പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്കും പറയാൻ And there is a question for speaking. Okay. Ma'am, in just examine cases, intro എങ്ങനെയൊക്കെ പറയാം? ഓക്കെ, ജസ്റ്റ് എക്സാമിൻ കേസസിൽ ഇൻട്രോ നമ്മൾ ഒരു രീതിയിൽ പറഞ്ഞാൽ മതി. ദാറ്റ് മീൻസ് യു ഡു നോട്ട് ഹാവ് ടു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നിൽക്കണ്ട. ഇൻസ്റ്റഡ് യു കെൻ സേ താങ്ക് യു ഫോർ ലവിങ് മീ ടു എക്സാമിൻ യു എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് ഓൾസോ യു കെൻ സേ താങ്ക് യു ഫോർ ദ കോപ്പറേഷൻ, ഐ ഹാവ് കംപ്ലീറ്റഡ് ദ എക്സാമിനേഷൻ. Or you can say yes, I have completed the examination and you're doing well. അങ്ങനെ എന്താണോ ഫസ്റ്റ് ബുള്ളറ്റ് പോയിന്റിൽ വന്നിരിക്കുന്നത് അതുമായിട്ട് ബേസ് ചെയ്തിട്ട് നമുക്ക് കണക്ട് ചെയ്ത് പറഞ്ഞു പോകുന്നതാണ്. സോ ജസ്റ്റ് എക്സാമിൻ കേസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു സമാധാനം ഉണ്ടാവും, ബിക്കോസ് ഇൻട്രൊഡക്ഷൻ ഇസ് വെരി സിമ്പിൾ അല്ലേ. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ദ ജസ്റ്റ് എക്സാമിൻ കേസ്. എസ്പെഷ്യലി സ്പീക്കിംഗിൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. വെൻ യു ആർ ടോക്കിംഗ് ടു ദ കെയറിനോട് സംസാരിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വി ആക്ച്വലി ഗിവ് അഡ്വൈസ് ആൻഡ് ഓൾ ദ സജഷൻ ആൻഡ് റെക്കമെൻഡേഷൻ ടു കെയറർ ഇൻസ്റ്റെഡ് ഓഫ് പേഷ്യൻറ്റ്. പേഷ്യൻറ്റിന് കൊടുക്കേണ്ട സജഷൻസ് റെക്കമെൻഡേഷൻ എല്ലാം നമുക്ക് കെയറിന് കൊടുക്കും ഇൻ അവർ ലാംഗ്വേജ്. സോ പ്ലീസ് ടേക്ക് ദ മെഡിസിൻസ് ഓൺ ടൈം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവോ? ഇല്ല. പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ് he or she takes the medicine on time അല്ലേ. അവിടെ നമ്മൾ പ്രൊനൗൺസ് യൂസ് ചെയ്യണം അല്ലേ. ലൈക്ക് യു ആർ മെൻഷനിങ് എ സെക്കൻഡ് പേഴ്സൺ, ബി അവെയർ ഓഫ് ദാറ്റ് ഫാക്ട്. ഓക്കെ, എപ്പോഴും അത് ശ്രദ്ധിക്കുക. അപ്പം വെൻ യു ഹാവ് എന്താ പറയുക, വെൻ യു ഹാവ് എ സെക്കൻഡ് പേഴ്സൺ, ഒരു കെയറിനോടാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ ബി അവെയർ ഓഫ് ദിസ് ഇൻസ്ട്രക്ഷൻസ് വെൻ യു ഗീവ് സജഷൻസ്, റെക്കമെൻഡേഷൻ ആൻഡ് റിക്വസ്റ്റ് ഒക്കെ കൊടുക്കുമ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. ആൻഡ് ഐ ഹാവ് another question again. ഹോം വിസിറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാവോ? ഐ തിങ്ക് ഇറ്റ്സ് ഫോർ സ്പീക്കിംഗ് ആയിരിക്കും അല്ലേ. ഹോം വിസിറ്റ് ലെറ്റർ അല്ലല്ലോ, ഹോം വിസിറ്റ്. Please make it specific and you can start with യെസ് സ്പീക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഹോം വിസിറ്റ് നിങ്ങൾ സെറ്റിംഗ് നോക്കിയിട്ട് ഇൻട്രൊഡക്ഷനിലോട്ട് പോകേണ്ട ഒരു ആവശ്യവും ഇല്ല. ഓക്കെ, സെറ്റിംഗ് ഇസ് ഗോട്ട് നത്തിങ് ടു ഡു വിത്ത് യുവർ ഇൻട്രൊഡക്ഷൻ. ഗോ ടു ദ ഫസ്റ്റ് ബുള്ളറ്റ് പോയിന്റ്, ബിക്കോസ് ഫസ്റ്റ് ബുള്ളറ്റ് പോയിന്റ് ഇസ് യുവർ ഫസ്റ്റ് ഡയലോഗ് അല്ലെങ്കിൽ ഫസ്റ്റ് ടാസ്ക് ദാറ്റ് യു ഹാവ് ടു റെൻഡർ അല്ലേ. നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ ടാസ്ക് ആണ് ഫസ്റ്റ് ബുള്ളറ്റ് പോയിന്റ്. ഹോം വിസിറ്റ് തന്നെ ജസ്റ്റ് എക്സാമിൻ കേസ്. യെസ്, ഫോർ സ്പീക്കിംഗ്. യെസ്, ഹോം വിസിറ്റിൽ തന്നെ ഇപ്പോഴുള്ള ഹോം വിസിറ്റ് എല്ലാം ജസ്റ്റ് എക്സാമിൻ കേസ് ആണ്. അതായത് ഹോമിൽ കയറി അകത്ത് കയറി എക്സാമിൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സിനാരിയോ ആണ്. അതിന്റെ ഇൻട്രൊഡക്ഷൻ എങ്ങനെയാ വരിക? താങ്ക് യു ഫോർ ലവിങ് മീ ടു എക്സാമിൻ യു, ഓർ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ ഹോം വിസിറ്റ് ആയതുകൊണ്ട് ഇൻട്രൊഡക്ഷൻ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായോ? ഇല്ല അല്ലേ. സോ ഫസ്റ്റ് ബുള്ളറ്റ് പോയിന്റ് ആണ് നമ്മളുടെ കീ പോയിന്റ്. അത് എന്ത് കാർഡാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഇറ്റ് ക്യാൻ ബി ജസ്റ്റ് എക്സാമിൻ കേസ് ഓർ ഇറ്റ് ഇസ് ജസ്റ്റ് അനദർ നോൺ കേസ്. ഒരു അനദർ നോൺ കേസ് ആണ്, അല്ലെങ്കിൽ അതൊരു ജസ്റ്റ് എക്സാമിൻ കേസ് ആണ്. ഇത്രയേ ഉള്ളൂ. നോൺ കേസ് ആണെങ്കിൽ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, വി കൺഫേം ദ നെയിം ഓഫ് ദ പേഷ്യൻറ്റ് and we summarize the condition of the patient and then we inform them why we are here. I can give you an example. Hello, my name is Priyanka. I'm from the nearest community health center. For my confirmation, can I know your name? Okay, പേര് പറയാണ്. Suppose it's John. Hi John, I understand that you were condition പറയാണ് ഇനി അല്ലേ. Hi John, I understand that you were admitted in the hospital 2 weeks ago due to dash and dash problem and I am here to check your progress. Before that, tell me how are you feeling right now? അതായിരിക്കും ഫസ്റ്റ് ബുള്ളറ്റ് പോയിന്റ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇത്രയും നമുക്ക് പ്രഡിക്റ്റബിൾ ആണ്. സ്പീക്കിങ്ങിൽ എല്ലാം പ്രഡിക്റ്റബിൾ ആണ്. നമുക്ക് ഇവിടുന്നേ പഠിച്ചുകൊണ്ട് പോവാം. സ്പീക്കിംഗ് അത്ര കാര്യങ്ങളും പ്രഡിക്റ്റബിൾ ആണ്. ഓക്കെ, സോ ഡോണ്ട് വറി അബൌട്ട് ദ ഹോം വിസിറ്റ്. സോ ചെക്ക് ചെയ്യുക ജസ്റ്റ് എക്സാമിൻഡ് ആണോ നോൺ കേസ് ആണോ മാത്രം ചെക്ക് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, സോ യാ ദാറ്റ്സ് ഇറ്റ്. Well, I think we'll wind it up. Yes, so thank you so much for the participation and for all the messages. അപ്പം എന്താ പറയുക, എല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് ഒരു ഓൾ ദ ബെസ്റ്റ് പറയുകയാണ്. സോ ഡു ഷെയർ us about your experience. നിങ്ങൾ എക്സാം കഴിഞ്ഞ് വന്നിട്ടാണെങ്കിലും ലിസണിങ്ങിൻ്റെ കാര്യവും റീഡിങ്ങിൻ്റെ കാര്യവും റൈറ്റിങ്ങിൻ്റെയും സ്പീക്കിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുക. സോ വി കുഡ് ബ്രിങ് യു സം ക്വാളിറ്റി തിങ്സ് ഫോർ യു thereafter അല്ലേ. ഇതിന് ശേഷവും നമുക്ക് ക്വാളിറ്റി തിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡെലിവർ ചെയ്യാൻ പറ്റും. വെൻ യു ഗിവ് anyone can share the details with us. ഒരു പ്രശ്നമില്ല. കാരണം ഇത്രയും നാൾ നമ്മൾ നല്ല രീതിയിൽ ട്രെയിനിങ് കൊടുക്കാൻ പറ്റിയത് നിങ്ങളുടെ പ്രീവിയസ് സ്റ്റുഡൻസ് എക്സാമിന് ശേഷം ഷെയർ ചെയ്യുന്ന എക്സ്പീരിയൻസും ഫീഡ്ബാക്കും ഡീറ്റെയിൽസ് എല്ലാം ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ട്രെയിനിങ് ഇത്ര എഫക്റ്റീവ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. സോ ഇനിയും അത് കൂടുതൽ എഫക്റ്റീവ് ആക്കാൻ പറ്റും. ഇതിന് ശേഷം ഇനിയും എക്സാം OET ആഗ്രഹിക്കുന്ന, OET പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. സോ അവർക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഡെഫിനറ്റ്ലി ത്രൂ അവർ മെറ്റീരിയൽസ് സാധിക്കട്ടെ. അതിന് നിങ്ങൾ എക്സാമിന് ശേഷം നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരിക. ആൻഡ് ബിഫോർ ദാറ്റ് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് കാമായിട്ടിരിക്കുക. ബിലീവ് ഇൻ യുവർ സെൽഫ്.
അത് മാത്രമേ ഉള്ളൂ. ആത്മവിശ്വാസം ഉണ്ടാവണം, കാമായിട്ടിരിക്കുക, ഡോണ്ട് വറി അബൌട്ട് ദ റിസൾട്ട്സ്. അതൊക്കെ നമുക്ക് പിന്നീട് നോക്കാവുന്ന കാര്യമാണ്. സോ എൻജോയ് യുവർ ഡേ ആൻഡ് സോ താങ്ക് യു. Thank you so much.